തൃക്കാൽ രണ്ടും പിണച്ച് ആ തിരുമുഖ കമലം ദക്ഷിണേ ചായ്ച്ചു വെച്ചും തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലുമത പിടിച്ചൂതിമന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പൊണ്ട് നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമ ഹൃദി കളിയാടിടുവാൻ കൈ തൊഴും നീൻ. ആ താമ്രപാണി കമല പ്രണയ പ്രദോദമാ ലോലഹാരമണി കുണ്ടല ഹേമസൂത്രം ആ വിശ്രമാംബുഗതവംബുദ നീലമവ്യാദാദ്യം ധനഞ്ജയ രഥാഭരണം മഹോന. സജ്ജനങ്ങളെ, സുഹൃത്തുക്കളെ, ആരാധ്യരെ, പൊന്നുണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് ഈ 36ാമത്തെ ദിവസത്തിലേക്ക് കടക്കാൻ അനുവാദം കിട്ടിയിരിക്കുകയാണ്. അവിടുത്തെ അനുവാദം. അതുകൊണ്ട് ആ തൃപ്പാദത്തിൽ നമസ്കരിച്ച് നമുക്ക് തുടങ്ങാം. ഇപ്പോഴും പാഞ്ചാലിയുടെ പൂർവ്വജന്മ വൃത്താന്തമാണ് ഇന്ന് പാരായണം ചെയ്യേണ്ടത്. പാഞ്ചാലി 5 പേരെ വിവാഹം കഴിക്കൽ ശരിയാണോ എന്നെല്ലാം ചോദിച്ചതിനൊരു ഉത്തരം എന്നതുപോലെ പിന്നെ വേദവ്യാസൻ പറഞ്ഞു കൊടുക്കുന്നത് പാഞ്ചാലിയുടെ അച്ഛനായ ദ്രുപദ മഹാരാജാവിന്. രഹസ്യമായുള്ളൊരു ധർമ്മം ഞാൻ ചൊല്ലുന്നുണ്ട്, മഹത്വമേറും ഭവാൻ കേട്ടുകൊള്ളുക വേണം. നിന്നുടെ മകളിവൾ തന്നെ പൂർവജന്മം നിന്നോടു ചൊല്ലാം, മഹീവല്ലഭതിലകമേ. ഭോഷ്കല്ല നാളായണി എന്നു പേരിവൾക്കന്ന് മൗൽഗല്യനെന്ന് നാമം ഭർത്താവിനറിഞ്ഞാലും എത്രയും വൃദ്ധൻ കോപശീലനാകയുമുണ്ട്. ഭർത്തവ്യനല്ല തോലും ഞാണുകൊണ്ടെല്ലും പൊങ്ങി, കുഷ്ഠം കൊണ്ടൊക്കെ മുരടിക്കിടക്കുന്നു ദേഹം. നിഷ്ഠുരമായ വാക്കുമറ്റമില്ലാതെയുണ്ട്, ജരയും നരയുമില്ലീ വണ്ണമാർക്കു മറ്റും. കുരയും പാരമുണ്ട്, കൃമിപീഡയുമുണ്ട്, ദുർഗന്ധമേറുകയാലടുത്തു ചെന്നുകൂടാ. നിർഗുണരൂപശീലയുക്തനാം വിപ്രൻ സദാ വർത്തിക്കും കാലമൊരു ദിവസമുണ്ണും നേരം. ഭക്തത്തിൽ അങ്കുഷ്ഠവും മുറിഞ്ഞു വീണു ബലാൽ. കുഷ്ഠിതാനുണ്ട ശേഷം ചോറതിൽ കിടന്നോരങ്കുഷ്ഠവും കളഞ്ഞു പരിവിച്ചാൾ പത്നി ശേഷം. ശങ്ക കൂടാതെ അതുമുണ്ടവൾ എഴുന്നേറ്റു തൻ കഴൽ തലോടുവാൻ ചെന്നു നിൽക്കുന്ന നേരം. ഭാര്യയോടരുൾ ചെയ്തു മൗൽഗല്യൻ, പതിവ്രതമാരായ നാരിമാരിൽ നിന്നോളം നന്നെല്ലാരും. എന്തൊരു വരം നിനക്കിച്ഛയെന്നുര ചെയ്താൽ അന്തരമേതുമില്ല തരുവനിപ്പോൾ തന്നെ. വൃദ്ധനും കെടുകനും ഈശനും ലോലുപനും ക്രുദ്ധനും ദുർഗന്ധിയുമല്ല ഞാനെടോ ബാലേ. എങ്ങനെ രമിക്കേണ്ടു നിനക്കെന്നതു ചൊന്നാൽ അങ്ങനെ രമിപ്പിപ്പനില്ല സംശയമേതും. കല്യാണശീലേ മനോവല്ലഭേ നാളായണി, പുല്ല പങ്കജമുഖി ചൊല്ലു നിൻ മനോഗതം. ഭർത്തൃവാക്യങ്ങൾ മുഹുരിത്തരം കേട്ട നേരം ഉത്തമശീലതാനുമുത്തരമരു ചെയ്താൾ. പഞ്ചധാ വിഭക്താത്മാരമയത്വമാം ഭവാൻ പഞ്ചസായക സമരൂപലാവണ്യ സിന്ധോ. മൗൽഗല്യനത് കേട്ടു കാമരൂപവും പൂണ്ടു ഭാർഗവിതനിക്കു നേരാകിയ പത്നിയോടും ആശ്രമങ്ങളിൽ തപോധനനായി അനുചരിച്ചാശ്ചര്യമവൾക്കു ചേർത്താനന്ദിപ്പിച്ചു നന്നായി. ത്രിദശാലയം പ്രാപിച്ചമൃതാഹാരം ചെയ്തു മദനരസം പൂണ്ടു സുഖിച്ചു മരുവിനാൻ. പൗലോമിയാലും പൂജ്യമാനനായി തത്ര
ചിരകാലം സഞ്ചരിക്കും നാളിന്ദ്രസേനയാ സാകം ആതിഥേന്ദ്രഗൃഹം പ്രാപിച്ചു രമിപ്പിച്ചാനാദിത്യരഥം പരമാരുഹ്യ ദിവം പിന്നെ മോദിപ്പിച്ചിദ്വാരമിപ്പിച്ചുകൊണ്ടനാരദം മോദത്തോടിരുന്നിതു മേരുവിങ്കലുമന്നാൾ. അപ്പൊ പാഞ്ചാലിയുടെ ഈ 5 ഭർത്താക്കന്മാരുണ്ടാവാനുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുക്കണ് ആര്? ഈ വേദവ്യാസ മഹർഷി. ഞാൻ പറഞ്ഞു തരാറിന് അന്തഃപുരത്തിൽ കൂട്ടിക്കൊണ്ടാരും കേൾക്കാതെയാണ് പറയുന്നത്. ഈ നിന്റെ മകളായ പാഞ്ചാലിയുടെ പൂർവ്വജന്മം കേൾക്കണം നിനക്ക്. മുജ്ജന്മത്തിൽ നാളായണി എന്നാണ് ഇവരുടെ പേര്. ഈ കുട്ടിയുടെ ഭർത്താവിൻ്റെ ഒരു മൗൽഗല്യൻ. അദ്ദേഹം എന്ന് പറഞ്ഞാൽ പടുവൃദ്ധൻ. ദേഷ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊടുത്തത് നാട്ടിലെല്ലാവർക്കും ഇല്ലു. എല്ലും തോലും കൊണ്ടിട്ട് ഇങ്ങനെ ഒരു കോർത്തൊരു ഈർക്കിലുകൊണ്ട് കോത്ത പോലെ തന്നെ ഒരു ശരീരം. ആ ശരീരത്തിൽ മുഴുവനും കുഷ്ഠരോഗമുണ്ട്. വാക്ക് പറഞ്ഞാൽ ഇന്ന മാതിരി പറയാന്നില്ല വാക്കൊന്നുമില്ല. അത്രയും മോശമായ വാക്കാണ് വായിന്ന് വരുന്നതെല്ലാം. ജരിയും നരിയൊന്നും ഇതുപോലെ വേറെ ആർക്കുമില്ല. അത്രക്കും ഉണ്ട്. കൊരയും ഒരേ കൊരയും കുറച്ചുകൊണ്ടിരിക്കും. കൃമീൻ്റെ ബുദ്ധിമുട്ടും ഉണ്ട്. ദുർഗന്ധം എന്ന് പറഞ്ഞാൽ അടുത്ത് പോകാൻ ഇതല്ലാതെ തന്നെ പിന്നെ ദുർഗന്ധമായില്ലേ, പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ആ ഒരു സൽഗുണം എന്ന് പറഞ്ഞില്ല, എല്ലാം നിർഗുണയില്ലു. അങ്ങനെ ഒരു ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ ഈ വിരൽ മുറിഞ്ഞിട്ട് ഈ ഭക്ഷണത്തിൽ വീണു. കുഷ്ഠം കൊണ്ടെല്ലാം ഇങ്ങനെ അഴുകി പോയിട്ടുണ്ടായിരുന്നു. അന്നേരം ഒന്നുമില്ല, അവർക്ക് ഈ നാളായണിക്ക് ഇതൊന്നും ഒരു വൃത്തികേടായിട്ട് വെറുപ്പായിട്ട് തോന്നുന്നില്ല. അതാണ് മഹാത്ഭുതം. ഈ വന്നു ആ ബാക്കിയുള്ള ചോറ് കഴിക്കണ്ടേ. ഭർത്താവിൻ്റെ ഉഷ്ടിഷ്ടാന്നല്ലോ പണ്ടൊക്കെ പിന്നെ പതിവ്രതമാരായ പത്നിമാർ കഴിക്കാന്ന് പറയും. ഈ ചോറിൽ ഈ വിരലുണ്ടായിരുന്നു. വിരലെടുത്തിട്ട് ഈ എന്താണ് മുരിങ്ങാക്കായൊക്കെ എടുത്ത് പുറത്ത് വെക്കുന്നത് പോലെ എടുത്ത് പുറത്ത് വെച്ചു. ആ ഭക്ഷണവും കഴിച്ച് അടുക്കളയിലത്തെ പണിയെല്ലാം ഒരുക്കി വന്നിട്ട് ഈ കാല് തടവാൻ വന്ന് നിൽക്കുന്നു. എങ്ങനെയുണ്ട്? അതാണ് അത് ആ ക്ഷമേരെ നെല്ലിപ്പടി കണ്ടവർക്കും കൂടി ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നേരം പറഞ്ഞു, ഇദ്ദേഹത്തെല്ലാം ഇവരെ നിരീക്ഷിക്കുന്നുണ്ട് ഓരോരോ ദിവസത്തെ കർമ്മങ്ങളും. അന്നേരം പറഞ്ഞു, നിന്റെ അത്ര പാതിവൃത്തിയുള്ളൊരു സ്ത്രീനെ ഞാൻ കണ്ടിട്ടേയില്ല. നിനക്കെന്തെന്നാ വരം വേണ്ടത്? ഞാൻ നീ വിചാരിക്കുന്നതൊക്കെ പിന്നെ ഇതൊന്നും എനിക്കില്ലതല്ല. ഞാൻ വൃദ്ധനുമല്ല, ദേഷ്യക്കാരനുമല്ല, പിന്നെ ദുർഗന്ധവും ഇല്ലൊരാളുമല്ല, ഒന്നുമല്ല. നീ പറഞ്ഞു എനിക്ക് എന്ത് വേണം എന്നെ കൊള്ളാമെന്ന്, എങ്ങനെ രമിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, എനിക്കിപ്പോൾ അതിസുന്ദരനായിട്ട് കാണണം അങ്ങയെന്ന് പറഞ്ഞു. അപ്പം അതിസുന്ദരൻ ആയിട്ട് പഞ്ചസായക എന്ന് വെച്ചാൽ കാമദേവന് തുല്യമായിട്ട് വന്നു. അപ്പം ഈ ഭാർഗവി എന്ന് പറഞ്ഞാൽ ശ്രീപാർവതീനെ പോലുള്ള ഭാര്യയായിട്ട് ഇങ്ങനെ ആശ്രമങ്ങളിലെല്ലാം രമിച്ചു. അവിടെ തപോധനനുമായി. അപ്പം ഇവർക്ക് നല്ലോണം സന്തോഷിപ്പിക്കും, ഇവരുടെ ആഗ്രഹമൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്വർഗത്തിലേക്ക് പോയി ദേവേന്ദ്രൻ്റെ അടുത്തേക്ക് ആടുന്നു. അമൃത് കഴിച്ചിട്ട് ആടുന്നു. കുറേ കാലം ആടെ കൂടി. പിന്നെ പൗലോമി പറഞ്ഞാൽ ഇത് ദേവേന്ദ്രൻ്റെ ഭാര്യ. പൗലോമിക്കും കൂടി ബഹുമാനത്വം തോന്നി, ഇദ്ദേഹത്തിനോട് ബഹുമാനം തോന്നി. അങ്ങനെ ആതിഥേയൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹല്ലേ സൂര്യഭഗവാൻ. എൻ്റെ ആദിത്യരഥത്തിൽ കയറിയിരുന്നിട്ട് അങ്ങനെ കുറേ കാലം കളിച്ചു. അങ്ങനെ എന്തെന്നാണ് ഇനി ഇവർ പോവാനുള്ള സ്ഥലമൊന്നും ബാക്കിയില്ല. എല്ലാ സ്ഥലത്തും പോയി എല്ലാം അങ്ങനെ കുറേ കാലം മേരു. പിന്നെ ഇത് പർവ്വതത്തിൻ്റെ മേലെ ഓടി. ആകാശഗംഗാദ്രുതമാപ്ലുത്യ തയാ സഹ സ്വാകാംക്ഷാസമം പരമാനന്ദിപ്പിച്ചു നന്നായി. ചന്ദ്രരശ്മികൾ മധ്യേ വസിച്ചു പുനരഥ മന്ദമാരുതവേഷം കൈക്കൊണ്ടു ചിരകാലം. അദ്രിയായി ചമഞ്ഞിതു മൗൽഗല്യൻ നാളായണി തത്ര നിമ്നകയായി രമിച്ചു ചിരകാലം.
പുഷ്പിതസാലരൂപം പൂണ്ടിതു മൗൽഗല്യനും അപ്പോഴേ ലതാരൂപം പൂണ്ടു വേഷ്ടിച്ചാളവൾ യാതൊരു രൂപം കൈക്കൊള്ളുന്നിതു മൗൽഗല്യനും താദൃശിയായി വന്നിടുമന്നു നാളായണിയും. ഇന്നിപ്പോൾ നിന്റെ മകളായതും അവൾ തന്നെ നിർണയമെന്നു കൃഷ്ണനരുൾ ചെയ്തതു നേരം എന്നുടെ മകളായി വന്നിടുവാൻ എന്തു മൂലം എന്നതും ഇനി അരു ചെയ്യണമെന്നീ വണ്ണം ചോദിച്ച പാഞ്ചാലനോടന്നേരം വേദവ്യാസൻ മോദത്തോടെങ്കിൽ കേട്ടുകൊള്ളുകെന്നരുൾ ചെയ്തു. ചൊല്ലേറുമിന്ദ്രസേനയാകിയ നാളായണി വല്ലഭനായ മൗൽഗല്യൻ തന്നെ ശുശ്രൂഷിച്ചു. പല നാൾ കഴിഞ്ഞിതു ദിവ്യഭോഗങ്ങളോടു മലസാപാങ്കി തന്നെ രമിപ്പിച്ച നാരദം വിരക്തി വന്നു കാമഭോഗ സൗഖ്യങ്ങളെയും പരിത്യാഗവും ചെയ്തു കോപ്പിട്ടു തപസ്സിനായി. അന്നേരം നാളായണി മൗൽഗല്യനോട് ചൊന്നാളെന്നെ നീ വെടിയാതെ ഭർത്താവേ, എനിക്കുള്ളിൽ തൃപ്തി വന്നീല കാമഭോഗത്തിനതിനാൽ സന്തപ്തയായി ചമഞ്ഞിതു ഞാനെന്നു കേട്ട നേരം മൗൽഗല്യനരുൾ ചെയ്തു. ശങ്ക കൂടാതെ എന്നോടാഗ്രഹം കൊണ്ടു ചൊന്നതെന്തിപ്പോൾ അവക്തവ്യം മത്തപോവിഘ്നം ചെയ്യുവാൻ കാമസായകമേറ്റും അത്തയായി ചമഞ്ഞ നീ ഭൂമിയിൽ പിറക്കപോയി. പാർത്ഥിവനന്ദനയായി കാമഭോഗങ്ങളെല്ലാം ആസ്ത തീർന്നിടുവോളം ഭുജിക്കയഥാസുഖം ദ്രുപദ നൃപതി തന്മകളായി തത്ര തവ നൃപതി വീരന്മാരായഞ്ചു ഭർത്താക്കന്മാരും ഉണ്ടാകെന്നരുൾ ചെയ്തു മൗൽഗല്യ മഹാമുനി. വണ്ടാർ പൂങ്കുഴലാളും തപസാവനം ബുക്കാൾ തണ്ടലർ ബാണവൈരി ചന്ദ്രശേഖരൻ നീലകണ്ഠനും പ്രത്യക്ഷനായരുളി ചെയ്തിടിനാൻ. ഭൂമിയിലൊരു നൃപശ്രേഷ്ഠനു മകളായി കോമളരൂപിണിയായി പിറക്ക നീയും ബാലെ ഭർത്താക്കന്മാരും നിനക്കഞ്ചു പേരുണ്ടായി വരികുത്തമന്മാരായി ഏറ്റവും ഉത്തമ ഗുണശീലേ. ദേവകാര്യവും സാധിപ്പിക്ക നീ എന്നീ വണ്ണം ദേവദേവേശനരു ചെയ്തതു കേട്ട നേരം പഞ്ചഭർത്താക്കൾ ഒരു നാരിക്കുണ്ടാമോ നാഥ, പഞ്ചബാണാരേ അതു ധർമ്മമല്ലെന്നു കേൾപ്പൂ. വാമദേവനും ചിരിച്ചരുളി ചെയ്തിടിനാൻ വാമലോചനെ കേൾക്ക കാരണമതിന്നു നീ ഭർത്താരം ദേഹീതി ഭൂയോ 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 മുതാ സത്വരമത്യാഗ്രഹാൽ അഞ്ചുരു പ്രാർത്ഥിക്കയാൽ ഭർത്താക്കന്മാരഞ്ചു പേരുണ്ടാവാൻ അവകാശം ഭദ്രേ വന്നിടും അതിനേതുമേ ദോഷമില്ല. ചൊല്ലിനാൾ നാളായണി ശങ്കരൻ തന്നോടപ്പോളില്ലല്ലോ വിധിയതു വേദത്തിലെന്ന് കേൾപ്പൂ. ഒരുത്തിക്കൊരു ഭർത്താവൊഴിഞ്ഞു വിധിച്ചതില്ലൊരുത്തൻ അനേകം നാരികളെ കൊള്ളാം താനും. വാമലോചനമാർക്കു കേവലം ഒരു വരൻ കൗമാരമായിട്ടുള്ളൂ ലൗകികമെന്നാകുന്നു. പുത്രാർത്ഥം ഭർത്തൃനിയോഗത്താൽ ആപതിക്കൊള്ളാമത്രേ മറ്റൊരുത്തനെ കേവലം ഉൽപ്പാദിപ്പാൻ. മൂന്നാമതൊരുവനെ പ്രാപിച്ചാൽ പ്രായശ്ചിത്തം മാന്യന്മാർ വിധിച്ച വണ്ണം ചെയ്തേ മതിയാവൂ. നാലാമതൊരുവനെ പ്രാപിച്ചാൽ പതിതരാം നീലവേണികളെന്നു നിർണയമറിഞ്ഞാലും വന്ധകിയായി വന്നിടുമഞ്ചാമതൊരുവനെ ചിന്തിക്കില്ലെന്നെല്ലാം ഉണ്ടെന്ന് കേട്ടിരിപ്പൂ ഞാൻ. ആകയാൽ അനേകം ഭർത്താക്കന്മാരുണ്ടാകേണ്ട, ലൗകികമല്ല നൂനം വൈദികമതുമല്ല. സങ്കരദോഷമെനിക്കുണ്ടാമെന്നതു കേട്ട ശങ്കരൻ നാളായണിയോടരു ചെയ്തിടിനാൻ. പണ്ടു നാരികൾ അനാവൃതമാരത്രേ നിനക്കുണ്ടാകയില്ല ദോഷമതിനാലൊന്നു കൊണ്ട്
കണ്ടും. എങ്കിലിന്നെനിക്കഞ്ചു ഭർത്താക്കന്മാരുണ്ടായാൽ സംഗമേ പുനരപി കൗമാരം ഭവിക്കണം. ഭർത്തൃശുശ്രൂഷ കൊണ്ടു സിദ്ധിയെ പ്രാപിച്ചേ ഞാൻ എത്തണമെനിക്കിനി സിദ്ധിയും അതിനാലേ. സിദ്ധിയും രതിയും കേളന്യോന്യം ഭവിക്കയിൽ ഉത്തമേ സിദ്ധി ലഭിച്ചിട ദുർഭഗയാകിൽ. സിദ്ധിക്കും രതി ഗുണം സുഭഗയ്ക്കെന്നൂനം. സിദ്ധിക്കും വിരോധമില്ലേതുമേ നിനക്കെടോ. കൗമാരമഞ്ചു ഭർത്താക്കന്മാരെ കൊണ്ടു പ്രാപിച്ചാമോദം പൂണ്ടു മഹാഭാഗയായി ഭവിക്കനീ. ചെന്നു നീ ഗംഗാജലം തന്നെ നിൽക്കെന്നാൽ കാണായി വന്നിടും ഒരു പുമാൻ തന്നെ എന്നറിഞ്ഞാലും. പിന്നവർ കുലനാഥനാകുന്നതവന് നീ എന്നുടെ മുമ്പിൽ കൊണ്ടുവന്നിടുമടിയാതെ. അന്നേരം പ്രദക്ഷിണം ചെയ്തു വന്ദിച്ചു പോയി കന്യകതാനും ഗംഗ തന്നെ പ്രാപിച്ചാളല്ലോ. ഇതിപ്പോൾ എന്നാ പറയുന്നത് വെച്ചാൽ, ഇങ്ങനെ കുറേ കാലം വേണ്ടതുപോലെ ഇവർക്ക് എന്തെന്നാണ് ആഗ്രഹം എന്ന് വെച്ചാൽ എല്ലാം സാധിപ്പിച്ചു കൊടുത്തു. പോകേണ്ടടുത്തൊക്കെ പോയി എല്ലാം കഴിഞ്ഞിട്ട് തപസ്സിന് പോകുന്ന സമയത്ത് ഈ നാളായതാണ് പറയുന്നത്. രമിച്ചു വസിപ്പോളും വിരക്തി വരുമെന്നതൊരുത്തൻ നനയ്ക്കേണ്ട, വർദ്ധിക്കും ദിനം പ്രതി എന്ന് പറഞ്ഞതുപോലെ ആദ്യം ഒന്നുമില്ലായിരുന്നു. ഈ എന്നാണ് അങ്ങനെയൊക്കെയുള്ള ഒരു വൃദ്ധനും കടുകനും ഈർഷ്യനും കുഷ്ഠരോഗികളായൊരു ഭർത്താവിനെ പരിചരിക്കുമ്പോൾ ഈ സ്ത്രീക്ക് ഒരു തോന്നലും ഉണ്ടായിട്ടില്ല. ഇപ്പം അതിസുന്ദരനായിട്ടിങ്ങനെ എല്ലാം ചെയ്തു കൊടുത്തിട്ടാകുമ്പോഴത്തേക്ക് ഇവർക്ക് ജീവിച്ചത് പോരാ എന്ന് തോന്നി. ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ജീവിച്ചിട്ട് മതിയായിട്ടില്ല എന്ന് പറയുമ്പോൾ പറഞ്ഞു, നീ എന്നോട് ഇങ്ങനെ ആഗ്രഹം പറഞ്ഞില്ലേ, അതുകൊണ്ട് അത് ഇതൊരു വല്ലാതെ വർത്താനായി പോയല്ലപ്പോൾ. എൻ്റെ തപസ്സിന് വിഘ്നം വരുത്താനല്ല നീ ഇപ്പം ഇങ്ങനെ ഒരു കളി കളിച്ചത്. അതുകൊണ്ട് നീ പോയിട്ട് ഭൂമിയിൽ പറക്ക്, നല്ല ദിക്കിൽ തന്നെ ജനിച്ചോ, ഏതായാലും പാർത്ഥിവ നന്ദിനിയായിട്ട് ജനിക്കണം. എന്നിട്ട് നിന്റെ എത്ര ആഗ്രഹമുണ്ടോ അതെല്ലാം തീരുന്നത് വരെ ഒരു സുഖിച്ചിട്ട് വാ. ദ്രുപദന് പുത്രിയായിട്ട് ജനിച്ച് 5 ഭർത്താക്കന്മാരോടെ ജീവിക്കും. നീ ഇപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞതിൻ്റെ പ്രായച്ചിത്താന്നിതെന്ന് പറഞ്ഞു. അയ്യോ, അന്നേരം നല്ലോണം പിന്നെ സങ്കടം വന്നിട്ട് തപസ് ചെയ്യാൻ പോയി. തപസ് ചെയ്തിട്ടാകുമ്പോൾ പിന്നെ ചന്ദ്രശേഖരൻ, അതായത് നമ്മുടെ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നീ ഭൂമിയിലൊരു രാജാവിന് മകളായിട്ട് ജനിച്ചോട്ടിയേ 5 ഭർത്താക്കന്മാരുണ്ടാവും എനിക്കെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, എന്തെന്നാണ് ഭഗവാന് ഞാൻ കേൾക്കുന്നത്, അങ്ങനെയുണ്ടോ ഒരു സ്ത്രീക്ക് 5 ഭർത്താക്കന്മാർ? ഒരു പുരുഷന് കുറേ ഭാര്യമാരുണ്ടാവാമെന്ന് കേട്ടിട്ടുണ്ട്, ഇത് ശരിയല്ലല്ലോപ്പാ എന്നെല്ലാം പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഇതെന്തേ ഇങ്ങനെ എനിക്ക് വന്നത് ചോദിക്കും. പറഞ്ഞു, നീ ഭർത്താരം ദേഹി 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 എന്ന് 5 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 5 ഭർത്താക്കന്മാരുണ്ടാവും. നല്ല നല്ല ആൾക്കാരായിരിക്കും അവർ 5 ആളും. ദേവകാര്യം ഒരുപാട് സാധിക്കാനുണ്ട് നിന്നെക്കൊള്ളെ, നീ പോയിക്കോ, ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെന്ന് പറയേണ്ടത്, ഭഗവാനോട് പറയാൻ എന്നാൽ ഒരു വാക്കില്ലല്ലോ പറയാൻ. അന്നേരം പറഞ്ഞു, ഇങ്ങനൊരു വിധി ഞാൻ കേട്ടിട്ടില്ലല്ലോ. നല്ല രണ്ടാമത് ഭർത്താവിന് കുട്ടികൾ ഉണ്ടാവുന്നില്ലെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതത്തോടെ വേറൊരാളെ പ്രാപിക്കാമെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ 3ാമത്തെ ഒരാളെ ആവൂല, 4ാമത്തെ ആളെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പതിത. പിന്നെ 5ാമത് ചെയ്താൽ പിന്നെ വന്ധകി തന്നെയാണ്. എല്ലാം ഇങ്ങനെല്ലാം എന്തിനെന്നെ ഇങ്ങനെ ഒക്കെ ആക്കുന്നത്, ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് ഭഗവാൻ എന്നെല്ലാം ചോദിച്ചു. എനിക്കങ്ങനെ കുറേ ഭർത്താക്കന്മാർ വേണ്ട എന്ന് പറയുമ്പോൾ പറഞ്ഞു, സങ്കരദോഷം ഉണ്ടാവില്ലേ എനിക്ക് എന്നല്ലാന്ന് ചോദിക്കുന്നത്. അന്നേരം പറഞ്ഞു, പണ്ട് സ്ത്രീകളിങ്ങനെ അന്നേരം പാതിവൃത്യമൊന്നുമില്ല, അനാവൃതമാരത്തെ, എനിക്കിങ്ങനെ ദോഷമൊന്നും ഉണ്ടാവില്ല. അന്നേരം പറഞ്ഞു, എനിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായാൽ ഓരോരാളുടെ കൂടെയും ജീവിച്ചു കഴിഞ്ഞാൽ ഞാൻ യൗവനം തന്നെ വേണം എനിക്ക്.
എന്ന് പറഞ്ഞു കൗമാരം. അന്നേരം പറഞ്ഞു സിദ്ധിയും വേണമെന്നും പറഞ്ഞു. സിദ്ധിയും രതിയും എന്ന് പറഞ്ഞാൽ ഒന്നിച്ചിട്ടുണ്ടാവാത്തൊരു കാര്യങ്ങളാണ്. പക്ഷേ ദുർഭഗയാകിൽ അത് കൊടുക്കുകയില്ല. എനിക്കിത് രണ്ടും ഞാൻ അനുവദിച്ച് തരുന്നുണ്ട്, എനിക്കൊന്നും ബുദ്ധിമുട്ട് വരില്ല, നീ പോയിക്കോന്നും പറഞ്ഞു. അങ്ങനെ കൗമാരം തന്നെയാണ് എപ്പോഴും. അങ്ങനെ 5 ഭർത്താക്കന്മാരെ കൊണ്ട് പ്രാപിച്ചിട്ട് നല്ല മഹാഭാഗ്യമായിട്ട് ജീവിക്ക്. നീ ഗംഗാതീരത്ത് പോ, അവിടെ ഒരാളുണ്ടാവും. അത് ആരാന്ന് പറഞ്ഞാൽ ദേവേന്ദ്രനാണ്. നീ അദ്ദേഹത്തിനെയും കൂട്ടി എൻ്റെ അടുത്തേക്ക് വാങ്ങും പറഞ്ഞിട്ട് പറഞ്ഞയച്ചു മഹാദേവൻ. അങ്ങനെ പോയി. മുന്നം ദേവകളെല്ലാം നൈമിഷാരണ്യത്തിങ്കൽ നിന്നൊരു സത്രം ആരംഭിച്ചിതോ നരപതേ. നല്ലൊരു പത്നിയെയും ഉണ്ടാക്കി വൈവസ്വതൻ കല്യാണം വന്നിടുവാൻ താപസേന്ദ്രന്മാരോടും യാഗവും ദീക്ഷിച്ചിരുന്നിടിനാനതു കാലം. രോഗാതിമരണവും മനുഷ്യർക്കില്ലാതെയായി മർത്യന്മാർക്കവനിയിൽ മരണമില്ലായ്കയാൽ വർദ്ധിച്ചു ചമഞ്ഞിതൂ. ദേവകളതുകൊണ്ടും സൂത്രാമാദികൾ പോയി ബ്രഹ്മനെ ചെന്നു കണ്ടാരെത്രയും ഭയമായി ചമഞ്ഞു ഞങ്ങൾക്കിപ്പോൾ. മർത്യരും അമർത്യരും ഭേദമില്ലെന്നായി വന്നു, സത്രവും പിതൃദേവാദികൾക്കില്ലെന്നായി വരും. സന്താപം അതുകൊണ്ടു ചിത്തത്തിലുണ്ടാകുന്നു, നിന്തിരുവടി എന്നെ ശരണം ഞങ്ങൾക്കില്ല. ശക്രാതി ദേവഗണമിത്തം ചൊന്നതു കേട്ടു, പുഷ്കര ഭവനനും പുഞ്ചിരി പൂണ്ടു ചൊന്നാൻ. അമരന്മാരാം നിങ്ങൾ എന്തിനു പേടിക്കുന്നു, ശമനവശന്മാരായുള്ളു മാനുഷരെല്ലാം. അന്തകനിങ് യാഗം ദീക്ഷിച്ചു വസിക്കയാലന്തം, മാനുഷജനങ്ങൾക്കിപ്പോൾ ഇല്ലാഞ്ഞതും. നിങ്ങളും നിങ്ങളുടെ വീര്യം കൊണ്ടവനുടെ അംഗമായി ഭവിച്ചിട്ടു കൊല്ലുവിൻ മനുഷ്യരെ. ദാതാവിന്നരുളപ്പാടിങ്ങനെ കേട്ട ശേഷം ആതിഥേയന്മാരെല്ലാം പോയിതു യാഗത്തിങ്കൽ. ചെന്നവർ മന്ദാകിനി തങ്കൽ വാണിയിടും നേരം സ്വർണവർണ്ണത്തോരോടൊരു പുണ്ടരീകത്തെ കണ്ടാൻ. ചിത്രമെത്രയും അതെന്നോർത്തവരെല്ലാരിലും എത്രയും ശൂരനായ സൂത്രാമാവതു നേരം. തത്ര ചെന്നിടും നേരം കാണായിതൊരുത്തിയെ ചിത്രഭാനുവിനു നേരാകിയ തേജസ്സൊടും. അന്നേരം ജലാർത്ഥിനിയായേറ്റം കരയുന്ന തന്നുതൻ കണ്ണുനീരു വീണിതു ജലം തന്നിൽ. അവിടെയുണ്ടായൊരു കാഞ്ചന പത്മം കണ്ടിട്ടവളോട് അമരേന്ദ്രൻ ചോദിച്ചു മധുരമായി, ആരെടോ നീ എന്നോടാദരാൽ പറയണം, നേരോടെ കരയുന്നതെന്തിനെന്നതും ചൊല്ലി. എന്നതു കേട്ട നേരം അവളും ചൊല്ലിയിടിനാളെന്നെ നീ അറിയുന്നതില്ലയോ ദേവപദേ. നിർഭാഗ്യവതിയായോരെന്നുടെ ദുഃഖമൂലമിപ്പോൾ ഞാൻ അറിയിക്കാം എന്നോട് കൂടെ പോന്നാൽ. അന്നേരം പറഞ്ഞു കൊടുക്കുന്നു. അന്നേരം മുമ്പ് ഈ ദേവന്മാരെല്ലാവരും കൂടി നൈമിഷാരണ്യത്തിൽ ഒരു സത്രം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പത്നി വേണം. ഈ സത്രം ചെയ്യുന്ന ആ യജമാൻ എന്നാ പറയാ. യജമാനൊരു പത്നി വേണം. അങ്ങനെ ഒരു പത്നിയെയും ഉണ്ടാക്കിയിട്ട് വിവസ്വന്റെ പുത്രനായ വൈവസ്വത മനു അദ്ദേഹം യാഗം ദീക്ഷിച്ചു. അങ്ങനെ ആർക്കും രോഗമില്ല, അങ്ങനെ രോഗം പിടിച്ചിട്ടൊരു മരണമൊന്നുമില്ല. അങ്ങനെ തന്നെ മരണമില്ലാതെ കൊണ്ട് ദേവന്മാരിങ്ങനെ നിറഞ്ഞു സ്വർഗത്തിൽ. അന്നേരം ഈ ദേവേന്ദ്ര മുതലായവർ പോയിട്ട് ബ്രഹ്മാവിനെ കണ്ടു പറഞ്ഞു, ഓ എന്തൊന്നിപ്പം ഞങ്ങൾക്കിപ്പം ഭയം വന്നു, ഇവർ മർത്യരും അമർത്യരും ഒന്നും ഭേദമില്ല, അത്രക്കും ആയി. പിതൃദേവാദികൾക്കിപ്പോൾ സത്രവും ഇല്ല, എന്തൊന്നും ചെയ്യേണ്ടത് പറഞ്ഞു. അങ്ങ് മാത്രമേ ഞങ്ങൾക്ക് ശരണമില്ല പറഞ്ഞു. അന്നേരം ഇവരെ സങ്കടം കണ്ടിട്ട് പറഞ്ഞു ബ്രഹ്മാവ്, എന്തിനു നിങ്ങളെ പേടിക്കുന്നത്? മാനുഷരല്ലേ ശമനന്മാർ, എന്തെങ്കിലും യാഗം ദീക്ഷിക്കുന്നതുകൊണ്ടാണ് മനുഷ്യന്മാർ മരിക്കാത്തത്. നിങ്ങളുടെ വീര്യം കൊണ്ട് പിന്നെ അവൻ്റെ അംഗം ആവണം. ആരുടെ?
ഈ അന്തകൻ്റെ, നിങ്ങളെ വീര്യം കൊണ്ട് അന്തകൻ്റെ അംഗമായിട്ട് മനുഷ്യന്മാരെ കൊന്നോളൂ എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ ബ്രഹ്മാവിൻ്റെ അരുളപ്പാട് കേട്ടിട്ടാകുമ്പോൾ എല്ലാവരും പോയി, യാഗത്തിൽ പോയിട്ട് മന്ദാകിനീൻ്റെ അടുക്ക നിന്നു. അന്നേരം ഈ സൂത്രാമാവ് പറഞ്ഞു, ഒരുത്തിനെ അവിടെ കാണുന്നുണ്ട്, ചിത്രഭാനുവിന് നേരെ, അത് സൂര്യതേജസ്സുള്ള ഒരു പെൺകുട്ടി. എന്നിട്ട് കരയുമ്പോൾ ചോദിച്ചു, എന്തിനീ കരയുന്നു? കണ്ണിലെ വെള്ളം ഇങ്ങനെ വെള്ളത്തിൽ വീഴുന്നു, കണ്ണുനീര്. അന്നേരം ഒരു കാഞ്ചന പത്മം, അവിടെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു നല്ലൊരു സ്വർണ്ണ പുഷ്പം. എന്ന് ചോദിച്ചു, ആര് നീ എന്നോടെല്ലാം പറയണം, എന്തിനു കരയുന്നെന്നും പറയണം. നേരം പറഞ്ഞു, എന്നെ അറിയുന്നില്ലേ ദേവേന്ദ്ര, നിങ്ങൾക്ക് എൻ്റെ നിർഭാഗ്യവതിയായ എൻ്റെ ദുഃഖം ഞാനിപ്പം പറഞ്ഞറിയിക്കാം, എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞു. അന്നേരം ഉമ്പരിൽ വമ്പും മുമ്പുമുള്ള നീ പോന്നിടുക, മുമ്പിൽ ഞാൻ നടന്നിടാമേതുമേ മടിക്കേണ്ട, എൻ പരിതാപത്തിൻ്റെ മൂലവും അറിഞ്ഞിടാം, നിൻ പ്രിയമതും വരുമെന്നവൾ ചൊല്ലിയിടിനാൾ. അന്നേരം അവളുടെ പിന്നാലെ ചെന്ന നേരം വിണ്ണവർ നായകനു കാണായി വന്നിതു നേരെ. ദിവ്യനായിരിപ്പോരു പുരുഷൻ തന്നെ, പൂർണ്ണ യൗവനത്തോടും ഒരു യുവതിരത്നത്തോടും, പർവ്വത ശിരസി സിംഹാസനത്തിന്മേലധികർവേണ ചൂതുമ്പൊരു തിരുന്നീടും നിതപ്പോൾ. അഭ്യുത്ഥാനാദി സൽക്കാരങ്ങൾ ചെയ്യായിക മൂലം അഭ്രവാഹനൻ കോപിച്ചളവ് വിശ്വനാഥൻ, മന്ദഹാസവും ചെയ്തു തൃക്കൺ പാർത്തതു നേരം ഇന്ദ്രനുമിളകാതെ നിന്നിത് കുറഞ്ഞൊന്ന്. ദേവനും അക്ഷക്രീഡ കഴിഞ്ഞോരനന്തരം ദേവിയോടരുൾ ചെയ്തു, നീ ഇനിയൊന്നു വേണം, ഇപ്പോഴേ പുരന്തര ദർപ്പത്തെ കളയണം, പിൽപ്പാടു നന്നായി വരുമില്ല സംശയമേതും. ദേവിയാൽ സംസ്പൃഷ്ടനായൊരു നേരത്തു തന്നെ ദേവേന്ദ്രൻ വിത്രസ്തങ്ങളാകും അംഗങ്ങളോടും വീണിതു ഭൂമി തന്നിൽ. അന്നേരം പശുപതി വാനവർ കോനോടിത്തമരുളി ചെയ്തിടിനാൻ, പർവ്വതോത്തമൻ തന്നെ പോയി വിവർത്തനം ചെയ്യുക, ദുർവീര്യമുള്ള ഭവാനന്നേരം കാണാമല്ലോ നിന്നോടു തുല്യന്മാരായി 4 പേരെയും, അവർ വിണ്ണവർ നായകന്മാരായതെന്നറിക നീ. എന്നതു കേട്ടു ശക്രൻ പർവ്വതോത്തമൻ തന്നെ ചെന്നുടൻ വിവർത്തനം ചെയ്തപ്പോൾ കാണായി വന്നു. തുല്യ തേജസ്സിനാൽ ഇന്ദ്രന്മാരെ ഒരുപോലെ സ്വർലോകനാഥൻ താനും വേപതു പൂണ്ടാനപ്പോൾ. ഞാനും ഇന്നവർകളെപ്പോലെയായി ചമഞ്ഞിടും നൂനമെന്നോർത്തു ഭയപ്പെട്ടതു പുരന്തരൻ. വജ്രപാണിയെ നോക്കി കോപിച്ചു ഗിരീശനും ഉജ്ജ്വലിച്ചേറ്റം ദീപ്തി പൂണ്ടുടനരു ചെയ്തു. ധിക്കരിച്ചതുമൂലം ശക്രന്മാരായ നിങ്ങൾ നിഷ്കൃതിയായി മാനുഷയോനിയിൽ പിറക്കപോയി, ഭാര്യയായി വരും ഇവൾ നിങ്ങൾ കൈവർക്കും കൂടി. കാര്യങ്ങൾ പലതുണ്ടു നിങ്ങളാൽ സാധിപ്പാനും, ദിവ്യശസ്ത്രാസ്ത്രങ്ങളാൽ ദുഷ്ടരെയൊക്കെ വധിച്ചുർവീഭാരവും തീർത്തു വരുവിൻ നിങ്ങളെല്ലാം. നേരം എൻ്റെ കൂടെ വാർന്നു ഈ സ്ത്രീ നടന്നു, പുറകെ എന്നെ ദേഹവും പോയി. നേരം ഒരു ദിവ്യനായിട്ടുള്ളൊരു പുരുഷനും പൂർണ്ണ യൗവനത്തോടുകൂടി ഒരു സ്ത്രീയും കൂടി ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. എന്തെന്ന് കളിക്കുന്നവർ ചൂത് കളിക്കുന്നു. അന്നേരം ഇദ്ദേഹത്തിനെ കണ്ടിട്ട് ബഹുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നു ആർക്ക്? ഈ ദേവേന്ദ്രനെ ആര് ബഹുമാനിക്കണ്ട്? അത് മഹാദേവനാണ് നാടിയിരിക്കുന്നത്. അന്നേരം മഹാദേവനൊന്ന് തൃക്കൺ പാർത്തു, ഒന്ന് ചിരിച്ചുകൊണ്ട്. അപ്പം ഈ ഇദ്ദേഹത്തിന് പിന്നെ ഇളകാൻ കഴിയാണ്ടായി, ഇവർ സ്തംഭിച്ചു പോയി. ആര്? ദേവേന്ദ്രൻ. എന്നിട്ട് പറഞ്ഞു, കളിയെല്ലാം കഴിയുന്നത് വരെ അനങ്ങിയിട്ടില്ല. കളി കഴിഞ്ഞിട്ടാകുമ്പോൾ ദേവിയോട് പറഞ്ഞു, ഈ പുരന്തരൻ്റെ ഈ ദേവേന്ദ്രൻ്റെ അഹങ്കാരം തീർക്കണം നീ പോയിട്ട്, പിന്നെ നന്നാവുന്നും പറഞ്ഞു. ദേവി ഒന്ന് നോക്കുമ്പോൾ തന്നെ ഇയാൾ ബോധം കെട്ടിച്ച് വീണു. അന്നേരം പറഞ്ഞു, പർവ്വതോത്തമനെ വിവർത്തനം ചെയ്യണം, നേരം കാണാം, നിന്നെപ്പോലത്തെ 4 ആളുണ്ടാവും എന്നും പറഞ്ഞു. പോയിട്ട് വിവർത്തനം ചെയ്തു. 4 ആളെ കണ്ടു.
അന്നേരം ഇയാൾക്ക് നല്ലോണം പേടിയായി. അയ്യോ, ഇനിയിപ്പോൾ ആരാന്നില്ല ഇന്ദ്രൻ എന്നറിയില്ല, എന്നെപ്പോലത്തെ പിന്നെയും 4 ആളോ, ഞാനൊന്ന് ചെയ്യേണ്ടത് ഈശ്വരാ എന്നുള്ള വിചാരം വന്നു. പേടിച്ചു. നേരം ഈ പർവ്വതം പറഞ്ഞു, നീ അഹങ്കരിച്ചിട്ടില്ല, ഇപ്പം ധിക്കരിച്ചിട്ടില്ല എന്നാ, അതുപോലെ നിങ്ങൾ 4 ആളും 5 ആളും പിന്നെ ശക്രന്മാരാണ്, 5 ആളും ദേവേന്ദ്രന്മാരാണ്. നിങ്ങൾ ഇനി പോയിട്ട് മനുഷ്യയോനിയിൽ പിന്നെ ജനിക്കണം. എന്നിട്ട് ഈ പെൺകുട്ടിയില്ലേ, ഇവള് നിങ്ങൾക്ക് 5 ആൾക്കും കൂടി ഭാര്യയാവും. നിങ്ങൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനുണ്ട്. ശസ്ത്രാസ്ത്രം എല്ലാം ഈ ദിവ്യമായ അസ്ത്രശസ്ത്രങ്ങൾ കൊണ്ട് ദുഷ്ടരെയൊക്കെ വധിക്കും. നിങ്ങൾ ഉർവീഭാരവും തീർത്തിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നോന്നും പറഞ്ഞു. അന്നേരോ പൂർവേന്ദ്രന്മാരും അത് കേട്ടുര ചെയ്തിടിനാർ. പാർവതീപതേ മോക്ഷം ഞങ്ങൾക്കു തന്നിടണം, വീരഭർത്താക്കന്മാരായി വരിക വേണം. ധർമ്മരാജനും അനിലനും ഇന്ദ്രനും ദസ്രന്മാരും പിന്നെയും വജ്രവാണി ചൊല്ലിനാൻ, ഭഗവാനോടൊന്നനുഗ്രഹിക്കണം ഇനിയും ദയാനിധേ. കാര്യകാരണാലിന് ഞാനൊരു പുരുഷന് വീര്യം കൊണ്ടുണ്ടാക്കുവനതിനുണ്ടൊന്നു വേണ്ടു. പഞ്ചമമ്മൽ പ്രസൂതമാക്കേണം അവരിൽ വച്ചഞ്ചിത തേജോബല വീര്യ ശ്രീകീർത്തിയോടെ. അത് കേട്ടവനോടുകൂടി വിശ്വേശൻ ചെന്നു മധുസൂദനൻ തന്നെ പ്രാർത്ഥിച്ചു. വൃത്താന്തവും അറിയിച്ചതു നേരം നരനാരായണന്മാർ പിറവി കൂടെയുണ്ടാം. എന്നാൽ ഇന്ദ്രന്റെ വീര്യം നരൻ തന്നെ അംശമായിക്കൊള്ളാം, അത്രയല്ല നരകവൈരി കേശയുഗളാംശവും ഇപ്പോൾ. ശുക്ലമാം വർണ്ണമൊന്നു മറ്റേതു കൃഷ്ണവർണ്ണം, തൽകേശയുഗളം തൽ ക്ഷേത്രങ്ങളാകുന്നതും. അവയും യദുകുലേ നാരികളായി വന്നിടും, അവർക്കു നാമധേയം രോഹിണി ദേവകിയും. അവരിൽ ശുക്ലം ബലദേവനായി ഭവിച്ചിടും അവനീ പതേ, പിന്നെ കേശവൻ കൃഷ്ണാംശവും. യുദ്ധമഞ്ചിന്ദ്രന്മാർക്കുള്ള അഭിമാനാംശം വന്നു പൃഥ്വിയിൽ പാണ്ഡവന്മാരായതോ നരപതേ. ലക്ഷ്മി തന്നംശം വ്യക്തിരൂപയാം കൃഷ്ണതാനുമിക്ഷിതി തന്നിൽ തവപുത്രിയായി പിറന്നതും വ്യക്തമായി കാൺമാൻ ദിവ്യലോചനം നൽകിയിടുവനൊക്കവേ തീരും. തവ സംശയമെന്നാലിപ്പോൾ ഉൾക്കാമ്പു തെളിയണമെന്നരു ചെയ്തു മുനിമുഖ്യനും ദിവ്യ ചക്ഷുസവനും നൽകിയിടിനൻ. പഞ്ചപൂർവേന്ദ്രന്മാർ തന്നഭിമാനാംശം പോന്നു പഞ്ചപാണ്ഡവന്മാരായി കാണായി പാഞ്ചാലനും. ഒരുത്തൻ പലരായിട്ടിരിക്കുന്നതുമെന്നങ്ങുറച്ചു മനസ്സി പാഞ്ചാലനും അതു നേരം. പാദപങ്കജങ്ങളിൽ വണങ്ങി ചൊല്ലിയിടിനൻ വേദവ്യാസനെ നോക്കി തെളിഞ്ഞു ഭക്തിയോടെ. ജ്ഞാനമില്ലാതെ ഞങ്ങൾ എന്തറിഞ്ഞിരിക്കുന്നു, ജ്ഞാനികളായ നിങ്ങൾ ചൊന്നതു കേൾക്കയെന്നെ. എല്ലാം നിന്തിരുവടി അരുളി ചെയ്യും വണ്ണം ഇല്ലല്ലോ ഞങ്ങൾക്കു മറ്റാധാരം തപോനിധേ. പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ ഇങ്ങനെ നിങ്ങളുടെ അംശം പിന്നെ ഭൂമിയിൽ ജനിക്കണം. അപ്പം നിങ്ങൾക്ക് 5 പേർക്കും കൂടിയിട്ട് പിന്നെ ഒരു ഇവള് ഭാര്യയായിട്ട് വരുമെന്ന് പറഞ്ഞില്ലേ. അന്നേരം എന്തൊന്നും ചെയ്യേണ്ടത്, ഇവർക്ക് എന്നിട്ട് പേടി തന്നെ. എൻ്റെ വീര്യം കൊണ്ട് ഒരു പുരുഷനുണ്ടാക്കാമെന്ന് ഇദ്ദേഹം പറഞ്ഞു, ഈ ദേവേന്ദ്രൻ. അന്നേരം 5 പ്രസൂതി. അന്നേരം അവരിൽ വെച്ച് 5 തേജോബല ശ്രീ കീർത്തിയോടെ. അത് കേട്ട് അവനോട് കൂടി വിശ്വേശൻ. അപ്പം പറഞ്ഞു, 5 ആളുണ്ടാവണ്ടേ, ഒരാളെ എൻ്റെ വീര്യം കൊണ്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും കൂടി പോയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു. എല്ലാ കേസും ഒത്തുതീർപ്പാവണമെങ്കിൽ ഭഗവാന്റെ അടുത്ത് തന്നെ എത്തണം. അവിടെ പോയിട്ട് പറഞ്ഞു, നരനാരായണന്മാരുടെ പിറവി ഉണ്ടാവും ഇന്ദ്രൻ്റെ വീര്യം. അത് നരനാണ് പിന്നെ അർജുനൻ അവല്. അന്നേരം നരകവൈരി പറഞ്ഞാൽ ഭഗവാൻ. അന്ന് കേശവും യുഗളോ. ഇപ്പം ശുക്ലമാം വർണ്ണമൊന്ന് മറ്റേത് കൃഷ്ണവർണ്ണം, ഒന്ന് വെളുത്തിട്ടും ഒന്ന് കറുത്തിട്ടും. കേശയുഗളം തൽക്ഷേത്രങ്ങളാകുന്ന അവ യദുകുലേ നാരികളാവും അവർ. ശുക്ലവർണ്ണവും കൃഷ്ണവർണ്ണവും ഈ തലമുടീനെ പറഞ്ഞതിപ്പം. അവരുടെ പേര് രോഹിണിനും ദേവകിയും. അവരിൽ ശുക്ലം വെളുത്തത്
ബലദേവനാവും, ബലഭദ്രസ്വാമി. പിന്നെ കൃഷ്ണ അംശക്കറുപ്പ് നിറം ഞാനായിട്ട് ജനിക്കാം, അവതരിക്കാം എന്ന് പറഞ്ഞു. അന്നേരം 5 ഇന്ദ്രന്മാർക്കുള്ള അഭിമാനാംശം വന്നിട്ട് ഈ 5 ഇന്ദ്രന്മാരുണ്ടായിട്ടില്ലേ, അവരുടെ അഭിമാനാംശമാണ് ഈ പാണ്ഡവന്മാരായതെന്ന് പറയുന്നു. ഈ ലക്ഷ്മീൻ്റെ അംശമാണ് പിന്നെ ഈ കൃഷ്ണ, അതായത് പാഞ്ചാലി അങ്ങയുടെ മകളായിട്ട് വന്നത്. വേറൊന്നുമല്ല, അതിനൊന്നും വിഷമിക്കണ്ട മഹാരാജാവേ എന്ന് പറഞ്ഞു. അപ്പം ഞാനീ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊരു ദിവ്യ ദൃഷ്ടി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ദിവ്യ ദൃഷ്ടി കൊടുത്തു, തൽക്കാലത്തേക്കാന്ന്, സ്ഥിരമായിട്ടൊന്നുമല്ല. അന്നേരം ഈ പിന്നെ ദേവേന്ദ്രന്മാരുടെ അഭിമാനം അംശം വന്നിട്ട് പാണ്ഡവന്മാരായിട്ട് ഈ പാഞ്ചാലിനി കണ്ടു. ഒരാളെന്നെ പലതായിട്ടിരിക്കുന്നത് പോലെ തോന്നിയത്. അന്നേരം ഇദ്ദേഹത്തിൻ്റെ ഈ വേദവ്യാസൻ്റെ പാദത്തിലൂടെ നമസ്കരിച്ച് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും എന്തൊന്നും അറിവില്ലത്, ഒരറിവും ഇല്ലല്ലോ ഞങ്ങൾക്ക്. അങ്ങേ പോലുള്ളവർ പറയുന്നത് അനുസരിക്കലല്ലാതെ കണ്ട് അങ്ങ് പറയും പോലെ ചെയ്തോളാ എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഇത്രയും നേരം അന്തഃപുരത്തിലല്ലേ ഉണ്ടായിരുന്നത്, ഇനി പുറത്തേക്ക് വരുന്നത്. ഇനി പഞ്ചനൈതന്തവ ചരിതം, ഇങ്ങനെ ഓരോരോ രൂപകഥയാണ് മുഴുവനും. ഇനിയിപ്പോൾ പഞ്ചനൈതന്തവ ചരിതമാണ്, അതും 5 തന്നെ. നാളെ അത് നമുക്ക് പറയാം. ഇന്നിപ്പം കുറച്ചുകൂടി അധികം സമയം എടുത്തു സംശയം എനിക്ക്. അതിന് പൊന്നുണ്ണി കണ്ണൻ്റെ തീരുമാനം, എൻ്റെ തീരുമാനമൊന്നും അല്ലപ്പ. ഇനി എല്ലാം ആ പൊന്നു തൃപ്പാദ പത്മത്തിൽ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി.